ഷോക്കേറ്റ് മരിച്ച കുട്ടിയെ കുറ്റവാളിയാക്കി മന്ത്രി സൂംബ ഡാൻസ് കളിച്ച സംഭവത്തിൽ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കൊല്ലം തേവലക്കരയിലെ സ്കൂളിൽ 8ാം ക്ലാസ്സുകാരൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിന് പിന്നാലെ നടത്തിയ പരാമർശത്തിൽ മന്ത്രി ജെ ചിഞ്ചുറാണിയെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രംഗത്ത്. കുട്ടിയെ കുറ്റവാളിയാക്കിയാണ് മന്ത്രി സൂംബ ഡാൻസ് കളിച്ചതെന്നാണ് വിമർശനം. മന്ത്രിമാരുടെ നാവ് നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തണം. ഓരോ മരണത്തിന്റെയും ഉത്തരവാദിത്തത്തിൽ നിന്നും മന്ത്രിമാർ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നതെന്നും സതീശൻ കുറ്റപ്പെടുത്തി. വൈദ്യുതി ലൈൻ തൊട്ടു മുകളിലൂടെ പോകുന്ന സ്കൂളിന് എങ്ങനെയാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയത് എന്ന ചോദ്യവും അദ്ദേഹം സർക്കാരിനോടായി ഉന്നയിക്കുന്നു. കുട്ടി മരിച്ചതിൽ KSEB ഉൾപ്പെടെ എല്ലാവരും കുറ്റക്കാരാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഇതാണ് നമ്മുടെ മന്ത്രിസഭയിലെ മന്ത്രിമാരെന്നും ഓരോ മരണത്തിന്റെയും ഉത്തരവാദിത്തത്തിൽ നിന്നും ഈ മന്ത്രിമാർ ഒഴിഞ്ഞു മാറുകയാണെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തുകയാണ് വേണ്ടത്. വയനാട്ടിലെ സ്കൂളിൽ പെൺകുട്ടി പാമ്പ് കടിയേറ്റ് മരിച്ചപ്പോൾ സ്കൂളുകളിൽ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നതാണ്. ആശുപത്രിയിലും ഇത്തരം ഓഡിറ്റിംഗ് വേണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. എന്നിട്ടാണ് ഇന്നലെ മന്ത്രിയുടെ നേതൃത്വത്തിൽ സൂംബ ഡാൻസ് നടത്തിയത്. വയനാട്ടിൽ കടുവ സ്ത്രീയെ കടിച്ചു കൊന്ന ദിവസമാണ് വനം മന്ത്രി ഫാഷൻ ഷോയിൽ പാട്ടുപാടിയത്. ഇവർക്കൊന്നും മനസാക്ഷിയില്ലേ എന്നും സതീശൻ ചോദിക്കുന്നു. വ്യാഴാഴ്ച രാവിലെ 9:30 കൊല്ലം തേവലക്കര കോവൂർ ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചത്. വലിയപാടം മിഥുൻ ഭവനിൽ മനോജിന്റെ മകനാണ് മിഥുൻ. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കുട്ടികൾ കളിച്ചുകൊണ്ട് നിൽക്കെ സ്കൂൾ സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പ് എടുക്കാൻ കയറിയപ്പോഴായിരുന്നു അപകടം. ചെരുപ്പ് എടുക്കാൻ മതിൽ വഴി ഷെഡിന് മുകളിൽ കയറിയ കുട്ടിക്ക് മുകളിലൂടെ പോയ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേൽക്കുകയായിരുന്നു. കുട്ടിയെ താഴെ ഇറക്കി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ചെരുപ്പ് എടുക്കാൻ പയ്യൻ ഷെഡിന് മുകളിൽ കയറിയപ്പോൾ ഉണ്ടായ അപകടമാണ്. കാലൊന്ന് തെന്നി പെട്ടെന്ന് കയറി പിടിച്ചത് വലിയ ലൈൻ കമ്പിയിലാണ്. അതിലൂടെയാണ് വൈദ്യുതി കടന്നു വന്നത്. ആ കുഞ്ഞ് അപ്പോഴേ മരിച്ചു. അത് ഏതെങ്കിലും അധ്യാപകരുടെ കുഴപ്പമല്ല എന്നായിരുന്നു മന്ത്രിയുടെ വിവാദ പരാമർശം. എന്നാൽ വിവാദ പരാമർശത്തിൽ മന്ത്രി ജെ ചിഞ്ചുറാണി ഖേദം പ്രകടിപ്പിച്ചു. വൈദ്യുതാഘാതമേറ്റ് മരിച്ച മിഥുന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച മന്ത്രി തനിക്ക് വീഴ്ച പറ്റിയെന്ന് സമ്മതിച്ചു. പെട്ടെന്ന് പറഞ്ഞപ്പോൾ വാക്കുകൾ മാറിപ്പോയതാണെന്നും ചിഞ്ചുറാണി മാധ്യമങ്ങളോട് പ്രതികരിച്ചു.